ഹലോ, ഇതിപ്പോൾ എന്താ ഈ കാണിക്കണേ? എല്ലാം ഇങ്ങനെ കറക്കി കാണിക്കണേ, കുറേ വീടുകളൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ആക്ച്വലി ഇതിപ്പോൾ നമ്മളുള്ളത് മാപ്പിൾ ഗ്രൂവ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് സ്പേസ് ആണ്. ഇവിടെ മനേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ. എന്തുകൊണ്ടായി കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ വീടുകളും നാട്ടിലെ വീടുണ്ടാക്കുന്ന രീതിയും അമേരിക്കയിലെ വീടുണ്ടാക്കുന്ന രീതിയും വീടുകളും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങളിലെ വ്യത്യാസം എന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അത് നമ്മൾ മനോട്ടൻ്റെ വീട്ടിലേക്ക് പോകും. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ദുബായിലും ബാക്കിയുള്ളിടത്തൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു കേർബ് സ്റ്റോണാണ് ഉണ്ടാവുക. ഇവിടെ കേർബ് സ്റ്റോണിന് പകരം ആ സ്റ്റോൺ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഓവലായിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെയാണ്. അതായത് മറ്റത് വണ്ടികളിൽ ഒബ്ജക്റ്റ് ചെയ്യും, വണ്ടികൾക്ക് കയറി പോകാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വണ്ടികൾക്ക് വേണമെങ്കിൽ കയറി പോവാം. അല്ലെങ്കിൽ ഇവിടെ സപ്പോസ് ഒരു വാട്ടർ ഫ്ലോ വരികയാണെങ്കിൽ ആ വാട്ടർ ഫ്ലോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കാണില്ലേ ഇതിനകത്ത് ഈ ചരിവൊക്കെ കാണില്ലേ? ഓക്കെ, അപ്പോൾ അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ നമ്മൾ ഈ കൺസ്ട്രക്ഷനിലെ വ്യത്യാസമാണ് മെയിൻലി പറയുന്നത്. ഈ അസ്ഫാൾട്ട് പോയിന്റിൽ നിന്ന് ഈ ലോൺ അല്ലെങ്കിൽ വാക്ക് വേ പോയിന്റിലേക്ക് സാധാരണ ഉണ്ടാവുക ഒരു 15 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു കേർബ് സ്റ്റോൺ ആണ്. ഇവിടെ കേർബ് സ്റ്റോണിന് പകരം അവർ കൊടുത്തിട്ടുള്ളത് മറ്റൊരു കൈൻഡ് ഓഫ് സ്റ്റോണിങ് ആണ്, ഒരു ഓവൽ ഷേപ്പ്. ഇത് ഒരു വ്യത്യാസം. രണ്ടാമത്, ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഏരിയ അസ്ഫാൾട്ട് ഉണ്ട് വണ്ടിക്ക് പോകാൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ലോൺ ഉണ്ടാവും. ഒരു 2.5 മീറ്റർ സ്പേസിൽ ലോൺ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വാക്ക് വേ. ഈ വാക്ക് വേയും ഏകദേശം 1.8 മീറ്ററോളം ഉണ്ട് വാക്ക് വേ. കാണാം, ഇത് സ്റ്റാൻഡേർഡാണ്. ഏത് കമ്മ്യൂണിറ്റിയുടെ ലിവിങ് ഏരിയ ഉണ്ടാക്കുമ്പോൾ ഡെവലപ്പേഴ്സ് ചെയ്തിരിക്കേണ്ട സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് ആണ്. ഇത് ഫോളോ ചെയ്തിരിക്കണം. ഇത് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ ഈ വാക്ക് വേ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വീട്ടിലേക്കുള്ള സ്പേസ് ഇത് ഏകദേശം ഒരു 6 മീറ്റർ 8 മീറ്റർ ഒക്കെ സ്പേസ് ഉണ്ട്. ഈ സ്പേസിൽ അവർ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ട്രീസ് പ്ലാന്റ് ചെയ്യണം. അത് ഇന്ന ട്രീ ആയിരിക്കണം എന്ന് ഇവിടുത്തെ സിറ്റി ഇവർക്ക് റെഗുലേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ട്രീ അവർ തരും, ഇല്ലേ? ട്രീ അവർ തരില്ലേ? ട്രീ അവർ തരും. അപ്പോൾ അത് മിക്കവാറും ഇവർ പ്ലാന്റ് ചെയ്യുന്നതൊക്കെ മാപ്പിൾ ട്രീസ് ആണ്. കാരണം മാപ്പിൾ ട്രീസ്, ചെറി ട്രീസ്, മാപ്പിൾ ട്രീസിൽ തന്നെ ഒരുപാട് വകഭേദങ്ങളുണ്ട്. ലൈക്ക് ജാപ്പാനീസ് മാപ്പിൾ ഉണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ അറിയില്ല, പക്ഷേ ദർ ആർ മെനി കൈൻഡ് ഓഫ് മാപ്പിൾ ട്രീസ്. അത് ഈ പിന്നെ ഫാൾ സീസണിൽ ഈ മാപ്പിൾ ട്രീ പല കൈൻഡ് ഓഫ് കളറാണ് അതിൻ്റെ ഇല പിന്നെ കളർ ചേഞ്ച് വരുന്നത്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാനുള്ള കാരണം ഈ മാപ്പിൾ ട്രീസിലെ വെറൈറ്റിയാണ്. അപ്പോൾ അവിടെ കാണുന്ന ഒരെണ്ണം റെഡ് ആണെങ്കിൽ ഒരെണ്ണം യെല്ലോ ആണ്. ചിലപ്പോൾ ഈ ടൈമിങ്ങിനനുസരിച്ചും റെഡ് യെല്ലോ ഒക്കെ ആയിട്ട് മാറും. പക്ഷെ അതല്ല, അത് മാത്രമല്ല, ഈ ട്രീയുടെ കൈൻഡ് അതിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചും അതിൻ്റെ ഇലകളുടെ വ്യത്യാസം. ഇനിയിപ്പോൾ ഇതാണ് ഇപ്പോൾ മനേട്ടൻ്റെ വീട്. ഈ വീട്ടിലേക്ക് പോകുന്ന പാത്ത് വേ അസ്ഫാൾട്ടഡ് ആണ്. അസ്ഫാൾട്ടഡ് ഏകദേശം ഒരു 10 മീറ്റർ. വളരെ വൈഡാണ് വേസൊക്കെ. അത്രയും സ്പേസ് ഇട്ടിരിക്കണം. ഇതൊക്കെ സിറ്റിയുടെ റെഗുലേഷനാണ്. അപ്പോൾ ഈ റെഗുലേഷനകത്തൊന്നും ആർക്കും ഒരു കളിയും കളിക്കാൻ പറ്റില്ല. പിന്നെ അതല്ലാണ്ട് ഇവരുടെ തന്നെ ഈ ഫയർ ഫൈറ്റിംഗ് സർവീസസ് ഇതാ, അതൊരു ഫയർ ഹൈഡ്രൻ്റ് ആണ്. അതിനകത്ത് ഇപ്പോൾ ഇൻ കേസ് ഓഫ് ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഫയർ എഞ്ചിന് വന്നിട്ട് അതിൽ നിന്ന് കുത്തിയെടുത്തിട്ട് വെള്ളം എടുത്തിട്ട് നമുക്ക് എന്താ പറയുക ഫയറൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇത് ഇവിടുത്തെ പോസ്റ്റ് ബോക്സാണ്. ഇവിടെ മെയിലൊക്കെ വരുന്നത്, സ്നെയിൽ മെയിലൊക്കെ വരുന്നത് ഇതിനകത്താണ്. ഇവിടെ 2 ബോക്സാണ്. ഒന്ന് മെയിൽ വെക്കാനും ഒന്ന് ന്യൂസ് പേപ്പർ വെക്കാനും. അപ്പോൾ മെയില് ഇതിനകത്താണ് വരിക. ആ മെയിൽ ഇതിനകത്ത് എഴുതി. ഇപ്പോൾ ഇവിടുത്തെ വണ്ടികളൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാ വണ്ടിയും റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്, അല്ല ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആകുമ്പോൾ വണ്ടി അങ്ങോട്ട് പോകുന്ന വണ്ടി പോകുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ പോകുന്ന വണ്ടിയാണ്. ഇങ്ങനെ വണ്ടി പോവുകയും ഡ്രൈവർ ഈ സൈഡിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ പോസ്റ്റ് ബോക്സ് മെയിൽ കൊണ്ടുവരുന്ന വണ്ടിയുടെ ഡ്രൈവർ ഈ സൈഡിലായിരിക്കും. മെയിൽ കൊണ്ടുവരുന്ന വണ്ടിയുടെ വണ്ടി റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ്. ബാക്കി എല്ലാ വണ്ടിയും ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. അപ്പോൾ ഇങ്ങനെ 2 കൈൻഡ് ഓഫ് ഡ്രൈവ് പോലും ഇവർ സിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരൊറ്റ പേഴ്സണാണ് ഈ വണ്ടി ഓടിക്കണതും മെയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അയാൾക്ക് ഇവിടെ നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് മെയിൽ എടുത്തിട്ട് ഈ വാണ്ട് ടു
ഇൻസേർട്ട് ദ തിങ് ഇൻ ടു ഇൻസൈഡ്. അത് ഈ എല്ലാ മെയിനും അതിനകത്തേക്ക് വെക്കാം. അല്ലെങ്കിൽ ഇയാൾ അപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത് വെച്ചെങ്കിൽ അവിടുന്ന് ഇറങ്ങി വന്നത് ചെയ്യണം. ദാറ്റ് കൺസ്യൂംസ് എ ലോട്ട് ഓഫ് ടൈം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൈൻഡ് ഓഫ് ഡ്രൈവിംഗ് പൊസിഷൻ തന്നെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഓരോ സൗകര്യങ്ങൾ ഉണ്ടാക്കാനും ആ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റെഗുലേഷൻ ഉണ്ടാക്കിയിട്ട് ആ റെഗുലേഷൻ അഡമൻ്റായിട്ട് ഫോളോ ചെയ്യണം. അത് എല്ലാവരും ചെയ്യണം, ഒരാൾ മാത്രമല്ല, എല്ലാവരും ചെയ്തിരിക്കണം. അതിൽ നിന്ന് ഒരു നീക്കി നോക്കൂല. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സ്റ്റോം വാട്ടർ, അതായത് സീവർ ലൈനാണ്. സീവർ ലൈന് മിഡിൽ ഓഫ് ദ റോഡിലാണ്. Now we'll go back to where is our home? This is our home. Okay. ഇത് ഇലക്ട്രിക്കൽ IT സാധനങ്ങളാണ്. സർവീസസിൻ്റെ ഔട്ട്ലെറ്റാണ്. അതിൽ നോ പ്ലേസ്. നമുക്ക് ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് വീടിൻ്റെ പുറത്തു കൂടെ നടക്കാം. വീടിൻ്റെ പുറത്ത് ഇത്രയധികം ലോൺ ഉണ്ടാക്കിയിട്ടിട്ട് എന്താ പ്രയോജനം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ഒരു വീടിനും അവരുടെ വീടും മറ്റേ വീടും, ഇപ്പോൾ മനേട്ടൻ്റെ വീട് ഇത് വേറെ ഒരു ആൾക്കാരുടെയാണ്. ഇതിൻ്റെ ഇടയിൽ ഇവിടെ എവിടെയാണ് ഇവരുടെ എന്താ പറയുക പ്രോപ്പർട്ടിയുടെ ലൈൻ ഓഫ് ഡിവിഷൻ. പക്ഷെ അത് വിസിബിൾ അല്ലാത്ത രീതിയിൽ രണ്ടുപേരും ലോൺ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സിറ്റി നിയമം. അപ്പോൾ മാത്രമല്ല, ഇൻ കേസിന് ഫെൻസിങ് വേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഫെൻസിങ് സീ ത്രൂ ആയിരിക്കണം. ഫെൻസിങ് വിസിബിൾ ആവാൻ പാടില്ല. അപ്പോൾ ഓളാൻ നോക്കിക്കഴിഞ്ഞാൽ ഫെൻസിങ് ഉണ്ടെന്ന് തോന്നാനേ പാടില്ല. ആ രീതിയിൽ വേണം ഫെൻസ് ചെയ്യാൻ. ലൈക്ക് തിന്നായിട്ടുള്ള റോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഫെൻസിങ് ചെയ്യുക. പക്ഷേ മോസ്റ്റ്ലി ഇവിടെ ആരും ഫെൻസിങ് ചെയ്യാറില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് കാട്ടുമൃഗങ്ങളും കരടികളും ഒക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ സർപ്രൈസ് ഇല്ലാതെ, അതായത് ഇൻ കേസ് ബൗണ്ടറി വാളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ ഒറ്റ ഒളിച്ചു നിന്നാൽ നമ്മുടെ നിരക്ക് ചാടാൻ സാധ്യതയുണ്ട്. അതല്ല, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഇല്ലാണ്ട് മോസ്റ്റ് സ്പേസസ് ഓപ്പൺ ആയിട്ടിട്ട് കഴിഞ്ഞാൽ ദേ വിൽ നോട്ട് ഫൈൻഡ് എ ഹൈഡിങ് പ്ലേസ്. അതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയ ഒക്കെ ഇങ്ങനെ ലോൺ ചെയ്ത് വൃത്തിയാക്കി പിന്നിലേക്ക് പോകാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് മിനസോട്ടയിലെ മിനിയോപോളിസ് എന്ന സിറ്റിയിലെ മാപ്പിൾ ഗ്രൂവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ടെമ്പറേച്ചർ ഈ വിൻ്ററിലൊക്കെ -25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ വരും. അതായത് ഐസ് ഉണ്ടാവുന്നത് 0 ഡിഗ്രിയിലാണ്. അതിൻ്റെയും താഴെ -1, 2, 3 ഇങ്ങനെ പോയിട്ട് -25, എക്സ്ട്രീമായിട്ട് -35 ഒക്കെ വന്ന സമയമുണ്ട്. അതുപോലെ ടെമ്പറേച്ചർ സമ്മറിൽ കൂടുമ്പോൾ ചിലപ്പോൾ 40 ഡിഗ്രി 42 ഡിഗ്രിയൊക്കെ ഇവിടെ വന്ന സമയമുണ്ട്. അപ്പോൾ എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ് ഉള്ള സ്ഥലമാണ്. ഈ ലോണൊക്കെ എങ്ങനെയാണ് ആ എക്സ്ട്രീം ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അത്ര ടെമ്പറേച്ചർ വന്നാലും ഇവർക്ക് ഇവിടെയുള്ള ഈ ലേക്കൊന്നും ഉണങ്ങിപ്പോയില്ല. ലേക്കിലൊക്കെ അപ്പോഴും വെള്ളം ഉണ്ടാവും. ബിക്കോസ് മിനിയോപോളിസ് എന്ന് പറയുന്ന ഈ സംസ്ഥാനം, ഈ പ്ലേസ് മിനസോട്ട സംസ്ഥാനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മിനിയോപോളിസ് സിറ്റി എന്ന് പറഞ്ഞാൽ ഇത് എ പ്ലേസ് ഓഫ് 1000 ലേക്സ് എന്നാണ്. 10,000 lakes. അപ്പോൾ അത്രയും ലേക്സ് ഉള്ള മേ ബി ഈ ലേക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കുറച്ചുകൂടെ ദൂരം അങ്ങോട്ടുണ്ട്. ഈ ലേക്കിൻ്റെ ഈ ഒരു പോർഷൻ വരെ ഇവർ ലോൺ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യേണ്ടതും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഇവിടെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതും അതൊക്കെ ഈ ഹൗസ് ഓണറുടെ ഡ്യൂട്ടിയാണ്. ആൻഡ് ഇഫ് യു ഡോണ്ട് ഡു ദാറ്റ്, സിറ്റി വന്നിട്ട് നല്ല ഫൈൻ കൊടുക്കും. അപ്പോൾ കാഴ്ചയ്ക്ക് സുന്ദരമായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒത്തിരി വർക്ക് ഉണ്ട്. ഇതാരും ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു വിഷനിൽ നമ്മൾ സ്വന്തം പണിയെടുക്കുന്നതും സ്വന്തമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ഒരിക്കലും ആലോചിക്കുന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല, ഇത് ചെയ്തേ പറ്റുള്ളൂ, നിർത്തിയില്ല. ഇനിയിപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് നമുക്ക് തോന്നിയ പോലെ കച്ചറാക്കി ഇടാൻ പറ്റില്ല. അവർ വന്നിട്ട് അതും ഇൻസ്പെക്ട് ചെയ്യും. അപ്പോൾ അതിനൊക്കെ ആളുകൾ അവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ദേ വിൽ ഡു ദ വർക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഞ്ചായത്തിലൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഇങ്ങനെ കച്ചറാക്കി ഇടാൻ പാടില്ല എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥനെ നമ്മളവിടെ വിളിച്ചു പറയും, അതേ ആ ചങ്ങാതിനങ്ങോട്ട് പറഞ്ഞേക്കരുതിട്ടാ, ആളിവിടെ ഭയങ്കര ഡയലോഗ് അടിക്കണം, നീ ആരും എൻ്റെ വീട്ടിലൊന്നും ഡയലോഗ് അടിക്കാൻ. ഉടനെ നമ്മൾ നമ്മുടെ റൈറ്റ്സിനെ കുറിച്ച് ബോധവാനായി നമ്മൾ വലിയ ടീമാണ്, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളാണ് ഭരിക്കണമെന്നുള്ള സ്റ്റൈലിലൊക്കെയാണ് നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചിന്തിക്കുക. പക്ഷേ ഇതിലൊക്കെ ബാക്കിയുള്ളവർക്കൊരു സേ ഉണ്ടെന്നും അവരുടെ പറച്ചിൽ അല്ലെങ്കിൽ അവരുടെ അധികാരം വിനിയോഗിക്കപ്പെടേണ്ടതാണെന്നും അങ്ങനെ ഒരു സ്വയം ഒരു റെസ്പോൺസിബിലിറ്റി ഒരു ഹിസ്റ്റോഗ്രാമാണ്.
അത് ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. അവനവൻ്റെ റൈറ്റ്സ് മാത്രമല്ല, അവകാശങ്ങൾ മാത്രമല്ല, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നും ആ ഉത്തരവാദിത്തങ്ങൾ പെർഫോം ചെയ്യേണ്ടതാണെന്നും ഇവിടെയുള്ള ഓരോ ആളുകൾക്കും ശരിയായ ബോധമുണ്ട്. ആ ബോധം ഇല്ലായ്മ കാണിക്കുന്നുണ്ടെങ്കിൽ ഇവൻ കമ്മ്യൂണിറ്റി ഇടപെടും, സിറ്റി ഇടപെടും, നിങ്ങൾക്ക് ഇവിടെയുള്ള പല ലൈസൻസുകളും കട്ടാവും, പിന്നെ വീട് വിറ്റ് പോകേണ്ടി വരും. അപ്പോൾ ഇതാ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ ഇതാ നമുക്കിങ്ങനെ കാണാം ഒരു സ്റ്റെപ്പ് മേലെ കയറി പോകുന്നത്. ഇത് സമ്മറിൽ ഇവർ ഉപയോഗിക്കുന്ന ഒരു ഡെക്കാണ്. ഈ ഡെക്കിൻ്റെ അപ്പുറത്താണ് കിച്ചൺ. ഓക്കെ, അപ്പോൾ ഡെക്കിൻ്റെ താഴെയായിട്ട് ഒരു സിറ്റിംഗ് സ്പേസ് ഉണ്ട്. അതിനുപയോഗിക്കുന്ന ഫർണിച്ചറിനൊക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് തോന്നിയ പോലത്തെ ഫർണിച്ചർ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ -25 ഡിഗ്രിയിലൊക്കെയാണ് ടെമ്പറേച്ചർ വരുന്നത് വെച്ചെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഇത് ഇരുമ്പിൻ്റെ സാധനമാണ്, നമ്മൾ ഇത് ഇരുമ്പല്ലാണ്ട ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ സപ്പോർട്ടിന് ഇരുമ്പിൻ്റെ സപ്പോർട്ട് വെച്ചിട്ടുണ്ടായിരിക്കും, എച്ച് ഫ്രെയിം ഉണ്ടായിരിക്കും, പക്ഷേ ഇറ്റ് ഇസ് കവേർഡ് വിത്ത് വുഡായിട്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ മേലെ പിന്നെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഇരുമ്പാണെങ്കിൽ -25 ഇനി ബിലോ 5 ഡിഗ്രിയാണ് എങ്കിൽ നമ്മൾ ടച്ച് ചെയ്ത് പോയാൽ അറിയാതെ നമ്മുടെ ഈ സ്കിന്ന് അതിൻ്റെ മേലെ ഒട്ടിപ്പിടിക്കും. പിന്നെ തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ സ്കിൻ അവിടെ ഒട്ടിപ്പിടിച്ചിട്ട് കിട്ടാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഇത് ബുദ്ധിമുട്ടെന്താ വെച്ചാൽ നമ്മളറിയില്ല. നമ്മൾ കൈ വെച്ചിട്ട് കൈയുടെ എടുക്കും, സ്കിൻ അവിടെ ഇരിക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതാണ് ബാക്കിലെ സിറ്റിംഗ് സ്പേസ്. ഇതൊക്കെ അതുപോലെ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് കുറഞ്ഞ സാധനങ്ങളാണ് വയ്ക്കുക. അതായത് വളരെ ഇൻസുലേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് വയ്ക്കുക. കാരണം എത്ര മൈനസ് ടെമ്പറേച്ചർ ആയാലും ഇതിൻ്റെ ടെമ്പറേച്ചറിൽ നമുക്കൊരു വലിയ പ്രശ്നം തോന്നില്ല. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരുമ്പിൻ്റെ ഒരു കസേര ഉപയോഗിച്ചപ്പോൾ ഇതൊന്നും ആക്ച്വലി ഇരുമ്പല്ല തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഇതിലെ ഡെക്കിലേക്ക് കയറി പോവാം. ഈ ഡെക്കിൻ്റെ അടിയിലത്തെ ഈ കൺസ്ട്രക്ഷൻ തന്നെ നോക്കിയാൽ അറിയാം, ഇത് കംപ്ലീറ്റ് വുഡാണ്. വുഡിൻ്റെ പ്ലാങ്ക്സ് വെച്ച്, ഐ മീൻ നമ്മൾ അല്ലേ തിലാൻ വെച്ച് അതിൻ്റെ മേലെ പലക നിരത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ്റെ മെത്തേഡ്. ഇതൊക്കെ അതുപോലെ തന്നെ ഈ എക്സ്റ്റീരിയർ ഒക്കെ ഇത് PVC മെറ്റീരിയലാണ്, ലുക്സ് ലൈക്ക് വുഡ്. മുമ്പൊക്കെ നേരത്തെ വുഡായിരുന്നു, ഇപ്പോൾ PVC മെറ്റീരിയൽ ഉപയോഗിക്കാം. ഈ PVC മെറ്റീരിയലാണിത്. ചിലത് അലൂമിനിയം ആയിരിക്കും, അങ്ങനെ പലതും ഉപയോഗിക്കും. പക്ഷേ എക്സ്റ്റീരിയർ ഇങ്ങനെ ക്ലാഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലും വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വുഡിൻ്റെ ഫ്രെയിംസ് ഉപയോഗിച്ചിട്ട് ആ ഫ്രെയിം ഫുള്ള് കവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വീട് വലിയ വീടാണ്. പൊതുവെ ഇവിടെയുള്ള വീടുകളൊക്കെ വലിയ വീടാണ്. യു ക്യാൻ സീ ഈ ലേക്കിന് ചുറ്റും ഒരുപാട് വീടുകളുണ്ട്. ഒന്ന് പാൻ ചെയ്താൽ കാണാൻ പറ്റും.